ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ബ്ലൂ സ്റ്റാർ എ സിയെ പറ്റിയിട്ടാണ്. ബ്ലൂ സ്റ്റാർ എ സിയുടെ ഇൻവെർട്ടർ മോഡലല്ല, സാധാ നോർമൽ മോഡലിൽ തന്നെ ചില സമയങ്ങളിൽ എറർ വരാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് വന്ന എറർ CL എന്ന് പറഞ്ഞിട്ടായിരുന്നു. സാധാ നോർമൽ എ സി തന്നെയാണ്, അഥവാ നമ്മളെ കപ്പാസിറ്ററൊക്കെ ഉള്ള പോലത്തെ നോർമൽ എ സി ആയിരുന്നു ബ്ലൂ സ്റ്റാറിൻ്റെ. പക്ഷേ അതിൽ ഇറർ കാണിക്കുന്നത് നമ്മളിപ്പോൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ ആ എത്തേണ്ട ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തത് ആ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ CL എന്ന് ഇറർ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ സി ഓഫ് ചെയ്യുമ്പോൾ എ സി ഓഫായിട്ട് ഡിസ്പ്ലേ ഒക്കെ ഓഫാകും. അതിനുശേഷം ഒരു 25 സെക്കൻഡോ അല്ലെങ്കിൽ 35 സെക്കൻഡോളം ഈ CL എന്ന് ഇറർ ബ്ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. അതിന് കംപ്ലൈൻറ്റ് കുറേയൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബ്ലൂ സ്റ്റാറിൻ്റെ ഇറർ കോഡ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസർ കോയിൽ ബ്ലോക്ക് ആയാലും അതേപോലെ തന്നെ കംപ്രസറിൻ്റെ കപ്പാസിറ്റർ വീക്ക് ആയാലുമാണ് അങ്ങനെ വരുന്നതെന്നാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ചെയ്തതല്ലെന്ന് വിചാരിച്ചിട്ട് ഇൻഡോർ ഫുള്ളായിട്ട് സർവീസ് ചെയ്തു. സർവീസ് എന്ന് വെച്ചാൽ കവർ അഴിച്ചിട്ട് നമ്മൾ ബ്ലോവറൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി, അതുപോലെ തന്നെ എ സിയുടെ ഫിൽറ്ററും നന്നായി ക്ലീൻ ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടൻസർ അത്ര വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കണ്ടൻസർ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സർവീസ് ചെയ്തു. അതിനുശേഷം കപ്പാസിറ്റർ 40 MFT കപ്പാസിറ്റർ ആയിരുന്നു, കപ്പാസിറ്ററും കൂടെ മാറ്റി കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സപ്ലൈ ഓഫ് ആക്കിയിട്ട് രണ്ടാമത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ എ സി നോർമലായിട്ട് റണ്ണായി. ആദ്യം നോർമലായിട്ട് റൺ ആവുന്നുണ്ടായിരുന്നു, പക്ഷേ ഇറർ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്തപ്പോൾ ആ ഇറർ പിന്നെ കാണുന്നില്ല, അഥവാ ഇറർ നോർമലായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ബ്ലൂ സ്റ്റാർ എ സിയിൽ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ CL എന്ന് പറയുന്ന ഇററാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കപ്പാസിറ്റർ മാറ്റുന്നതിന് മുന്നേ നമ്മൾ ഞാനീ പറഞ്ഞ പോലെ എ സി ഓഫ് ചെയ്തതിന് ശേഷം കണ്ടൻസർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എ സി വാട്ടർ സർവീസ് ചെയ്യുന്ന പോലെ കണ്ടൻസർ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഓൺ ആക്കി നോക്കുക. ചിലപ്പോൾ കപ്പാസിറ്റർ വീക്ക് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ CL ഇറർ പോവും. ഇനി അങ്ങനെ ചെയ്തിട്ടും നമ്മൾ ഇറർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ കൂടി മാറ്റി കൊടുക്കുക. സാധാരണയായിട്ട് അതിൽ വരുന്നത് 1.5 AC ആയിരുന്നു, 45 MFT ആണ് കപ്പാസിറ്റർ വന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റി കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 45 MFT ആണ് വരുന്നത് സാധാരണയായിട്ട്. അപ്പോൾ അതും കൂടി മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടൻസറും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇൻഡോറിനായിട്ട് യാതൊരു ബന്ധമില്ല. ആദ്യം ഞങ്ങൾ ഇൻഡോർ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു. ഇത് പോകുന്നില്ല, കാരണം 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ട് അതേ ഇറർ തന്നെയാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ഇറർ കോഡ് അയച്ചു തന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഔട്ട്ഡോർ ഇങ്ങനെ ചെയ്തപ്പോൾ അത് പോയി. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇങ്ങനെ ഈ ഇറർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.